വലിയ ആഗ്രഹമാണ്. കൃത്യമായ സാമ്പത്തിക ആസൂത്രണത്തിലൂടെ ഏതൊരു വ്യക്തിക്കും സമ്പന്നനാകാൻ കഴിയും. അതിനുള്ള ഏറ്റവും ശരിയായ മാർഗമാണ് ഓഹരി നിക്ഷേപം. ഓഹരി നിക്ഷേപത്തിലൂടെ നമുക്ക് ദീർഘകാലം കൊണ്ട് അളവറ്റ സമ്പത്ത് നേടാൻ കഴിയും. അതിന് ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് 1980 ഇറങ്ങിയ വിപ്രോയുടെ ഓഹരികൾ. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഒരു പഴയ കഥയാണ്. 1980 ഈ കഥ നടക്കുന്നത്. അന്ന് മഹാരാഷ്ട്രയിലുള്ള അൻവർ എന്ന വ്യക്തി ഒരു കടയിൽ നിന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു ബ്രോക്കർ എത്തി വിപ്രോയുടെ ഓണറായിട്ടുള്ള അസീം പ്രേംജിയുടെ വീട് അന്വേഷിച്ചു. അൻവർ അദ്ദേഹത്തോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ അസീം പ്രേംജിയെ അന്വേഷിക്കുന്നത്? ആ ബ്രോക്കർ പറഞ്ഞു, ഞാൻ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് വിപ്രോയുടെ ഷെയറുകൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നു, അതിനാണ് അദ്ദേഹത്തെ അന്വേഷിക്കുന്നത്. ഈ വിപ്രോയുടെ ഷെയറുകൾ വാങ്ങിച്ചാൽ എനിക്കെന്ത് കിട്ടും? അൻവർ ചോദിച്ചു. ഈ അൻവറിന് അസീം പ്രേംജിയെ അറിയാം. അപ്പോൾ ബ്രോക്കർ പറഞ്ഞു, വിപ്രോയുടെ ഷെയറുകൾ മേടിച്ചാൽ നിങ്ങൾക്കും അതിൻ്റെ ഒരു ഉടമയും മാറാം. അപ്പോൾ അൻവറിന് ഉത്സാഹമായി. അൻവർ പറഞ്ഞു, എനിക്ക് എൻ്റെ കയ്യിൽ കുറച്ച് പൈസയുണ്ട്, ആ പൈസ കൊണ്ട് എനിക്കും വിപ്രോയുടെ ഷെയർ വാങ്ങാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ബ്രോക്കർ പറഞ്ഞ് നമുക്ക് അദ്ദേഹത്തിൻ്റെ വാങ്ങാമെന്ന് പറഞ്ഞു. അങ്ങനെ അൻവർ 1980 വിപ്രോയുടെ ഷെയറുകൾ 10,000 രൂപയ്ക്ക് വാങ്ങി. ഈ 10,000 രൂപയുടെ ഷെയറുകളുടെ ഇന്നത്തെ മൂല്യം, അതായത് 1980 വിപ്രോയിൽ 10,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തായിരുന്നെങ്കിൽ ഇപ്പോൾ കിട്ടുന്ന മൂല്യം എന്ന് പറയുന്നത് 1200 കോടിയാണ്. അതായത് ഏകദേശം 46 വർഷം കൊണ്ട് വിപ്രോ എന്ന ഷെയർ 10,000 രൂപയെ 1200 കോടിയായി മാറ്റി. ലോകത്ത് ഒരിടത്തും ഇത്രയും വലിയ സമ്പദ് വർധനവ് വേറൊരു നിക്ഷേപ മാർഗത്തിലും നമുക്ക് ലഭിക്കുകയില്ല.